പിന്നെ പെൻ ഹോൾഡർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പം ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ A4 ഉണ്ട്. പിന്നെ ഇതാ ഗിൽറ്റ് പേപ്പർ എടുത്തിട്ട് നമുക്ക് ഏത് കളറുള്ളത്. പിന്നെ ഇതാ പശ, മാർക്കർ, കത്രിക, പിന്നെ പശയുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ A4 ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് മാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ അളവിലൊന്നും ഇതാക്കി ഇങ്ങനെ റോൾ ചെയ്തിട്ടില്ല. അളവിൻ്റെ ഒന്നിങ്ങനെ വരച്ചിട്ടുണ്ട്. അളവിൽ മിക്സ് ഈ ഒരളവിൽ മിക്സ് കൊടുക്കാൻ പോവാണ്. അപ്പം എന്നിട്ട് നമുക്ക് മിക്സ് കൊടുക്കാം. നിങ്ങൾ ക്ലാസ്സിൻ്റെ വലിയ ക്ലാസ്സാകുമ്പോൾ ആ രീതിയാണ് വന്നത്. ചെറുതൊന്നുമില്ല. ഇത് നേരെ കുറച്ച് എടുക്കുക. എന്നിട്ട് പശ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസിൻ്റെ ഫുൾ ആയിട്ടും പശ എടുത്തിട്ട് ഇവിടെ ഫുൾ പശ കൊടുക്കുക. ഒട്ടിക്കുന്ന ഭാഗം പേപ്പറിലാക്കിയാലോ മതി. ഗ്ലാസ് പേപ്പർ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മുകളിലിതാ ഇങ്ങനെ വീഡിയോയിൽ കാണാൻ മതി വെച്ചെടുത്തിട്ടുണ്ട്. വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഒരു പകുതിയായിട്ട് ഭാഗം മിക്സ് കൊടുക്കുക. അല്ല, ഫുള്ള് റോൾ ചെയ്യാൻ കഴിയില്ല, കാരണം ഫുൾ റോൾ ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം തന്നെ ഒരു രീതിയിലാക്കണം വേണ്ട. കഴിഞ്ഞിട്ടുണ്ടല്ലോ സമയം ചുമ്മാതി കൊടുക്കാൻ ലോൺ അപ്ലൈ ചെയ്ത്. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്യേണ്ട പേപ്പർ നോക്കിയാൽ തീരുന്നുണ്ട്. പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. കുറച്ച് ഇതൊക്കെ ചെയ്ത് മടക്കലായിരിക്കും. പെൻ ഹോൾഡർ അതാണ് ഈ ക്ലാസ് കൊണ്ട് ചെയ്യുന്നത്. തരികിടങ്ങൾ സോ ഞാനിവിടെ മുറിച്ചിട്ടുണ്ട്. ഇതുവരെ കിട്ടിയത് കിട്ടി. സോ ഇങ്ങനെ ഇവിടെ കാണും. നമ്മൾ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. ഇത് ഷേപ്പാക്കി അവിടെ ഇവിടെ കൊണ്ടിരിക്കുന്ന പേപ്പർ ഷേപ്പാക്കി എടുക്കുക. സോ ഒക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ റെഡിയായി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഇവിടെ ഗിൽറ്റ് പേപ്പർ എടുത്തിട്ട് പെൻ ഹോൾഡർ പെൻ സ്റ്റാൻഡ് എന്ന് എഴുതി അതിൻ്റെ മുകളിൽ ഒട്ടിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് വെട്ടെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പം ഞാൻ പിന്നെ ഒരു സ്കെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പല ഷേപ്പിൽ മുറിച്ചതിന് മുകളിൽ ഒട്ടിക്കാം. ഞാൻ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവാണ്. സ്റ്റിക്കർ ഒട്ടിക്കാം. നമ്മുടെ
നമ്മുടെ പെൻ ഹോൾഡർ പകുതി ഇത് ഫുൾ കവറാക്കിയെടുത്തു നമുക്ക് മുൻഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കാം. ഞാൻ സ്റ്റിക്കറാണ് ഒട്ടിച്ചത്. അപ്പോൾ ഞാനിത് ഈ സ്റ്റിക്കറാണ് ഇവിടെ ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടിക്കാം. അപ്പം ഞാനിതാ ഇതുമ്മൽ പശാക്കിയിട്ടുണ്ട്. പശാക്കി ഇവിടെ ഇതാ ഒട്ടിച്ചു കൊടുത്തു. ഇതാ ഈ സ്റ്റിക്കറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കാം. ഞാൻ ഗിൽറ്റ് പേപ്പറിൽ അതേമാതിരി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഗിൽറ്റ് പേപ്പർ സോഡ മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചിട്ടൊരു ചെറിയ ഹാർട്ട് ഇപ്പം തിന്നെടുക്കുന്നത്. കുഞ്ഞ് ഹാർട്ട് എടുത്തിട്ടുണ്ട്. ഗിൽറ്റ് ഇവിടെ ഏതായാലും ഹാർട്ട് ഇതിന് മുമ്പ് ഉണ്ടാക്കി അതിലും ഹാർട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം നല്ല കുഞ്ഞാക്കണം. അപ്പം ആ ഒരു ചെമ്മീൻ ആക്കുന്നൊരു ഇതുണ്ടായിരുന്നു. കുഞ്ഞാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെ കൊള്ളുന്ന രീതിയിലുള്ള ആക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതായിട്ടുള്ളതിലെടുക്കാം. അപ്പം ജസ്റ്റ് ഇവിടെ വേണ്ട, ഇവിടെ ഒന്നുമില്ലല്ലോ, ഒട്ടിച്ചു കൊടുക്കുന്ന വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പെന്നുകളും ഒക്കെ ഇട്ട് വെക്കാമല്ലോ അല്ലേ. അപ്പം നമുക്കൊന്ന് നോക്കാം. പെന്നും പെൻസിലും മാത്രമല്ല അങ്ങനത്തെയും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. സോ ഇതാണ് നമ്മുടെ പെൻ ഹോൾഡറിൻ്റെ ഫൈനൽ